ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് എന്തുണ്ടാക്കുന്നത് പറഞ്ഞാൽ ചപ്പാത്തിൻ്റെ അകത്ത് കഴിക്കാൻ പറ്റിയ മുട്ടൻ്റെ സുക്ക കറി. അതെങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു മിക്സി എടുത്തിന് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടണം, പിന്നെ മല്ലി ഇടണം കുറച്ചോ, ഒരു പൊടി പുതിന, പിന്നെ ഇടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു 8-10 ഇടി പറഞ്ഞിട്ട്. എൻ്റെ അടുത്ത് ഇടിയില്ല, ഞാൻ പൊടിച്ച പറഞ്ഞിട്ടില്ലേ കഷ്ണം അത് 2 സ്പൂൺ ഇട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇട്ട്, കപ്പില്ലേ തൈര് ഒഴിച്ചിട്ട് കൊടുക്കണം. പിന്നെ ജീരകം 2 സ്പൂൺ ഇട്ട് ഞാൻ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ അരച്ചിട്ട് എടുക്കണം. പിന്നെ ഒരു സൈഡിലില്ല ഞാൻ ചട്ടി എടുത്തിന് ഉള്ളി കഴിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഗരം മസാല എണ്ണ വീത്തിരി ഗരം മസാല ഇട്ട് 2 കഷ്ണം കത്ത, 2 പത്ത, പിന്നെ ചത്രി ഫുള്ളിട്ട്, പിന്നെ 2 ഏലക്ക ഇട്ട്, പിന്നെ 2 ഉള്ളി മുറിച്ചിട്ടില്ലേ ഭാരിക്ക് കഷ്ണാക്കിയിട്ട് ഉള്ളി ഇടണം. ഉള്ളിനെ ഇളക്കിയിട്ട് കൊടുത്തോണം. അത് ഇളക്കിയിട്ട് കൊടുത്തിട്ട് കളറ് മാറുന്നത് വരെ. കളറ് മാറിയ പിന്നെ ഈ മസാല അരച്ചിട്ട് വെച്ചിട്ടില്ലേ മസാല ഇടണം. അതിട്ടിട്ട് കൊടുത്ത് പിന്നെ ഇല്ല ഇളക്കി കൊടുത്തോണ്ട് വേണം. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് മൂടിയിട്ട് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തോണ്ട് വേണം. അത് വരുമ്പോൾ ഞാൻ ഒരു മാഗി മസാല എടുത്തിന്. മാഗി മസാല ഇടണം. ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ ചിക്കൻ ക്യൂബ് ഒന്ന് ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് ഒരു 1/4 സ്പൂണില്ലേ ഇത് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, ഗരം മസാല 1/2 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, ഇത് ജീര പൗഡർ 1/2 സ്പൂണ്. പിന്നെ ഇത്ര ഇട്ടിട്ട് ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ ഇല്ലേ 2 സ്പൂണില്ലേ നെയ്യ് ഇടണം. നെയ്യ് ഇട്ടിട്ട് ഇളക്കി, ഞാൻ എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടില്ല. നെയ്യ് ഇട്ടിട്ട് ഇളക്കിയിട്ട് കൊടുത്തേ പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം മിക്സി കയറ്റി തന്നെ. പിന്നെ അതിനെ പങ്ങാല മിക്സിയിൽ ഇളക്കിയിട്ട് കൊടുക്കണം. മൂടിയിട്ട് വെക്കണം. ഇതേമാതിരി നോക്കാമല്ലോ എണ്ണ മുകളിലേക്കെന്ന്. പിന്നെ മുകളിലേക്ക് 2 സ്പൂണ് മസ്ക ബട്ടർ ഇട്ടിട്ട് കൊടുക്കണം. ബട്ടർ ഇട്ടിട്ട് കൊടുത്തേ പിന്നെ ഇതില്ലേ ഇത് മെത്തി കസ്തൂരി മെത്തിയില്ലേ അത് പൊടിച്ചിട്ട് 1 സ്പൂൺ ഇടണം. ഇത് പെരുംജീരകം ഇടണം. ഇത് ഗ്യാസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ടയല്ലേ അതുകൊണ്ട്. പിന്നെ ഞാൻ മുട്ടനില്ല ഒരു മുട്ടനെ 4 കഷ്ണമാക്കിയിട്ട് എടുത്ത് ഞാൻ ഇതേമാതിരി ഇട്ടിട്ട് കൊടുക്കണം. മസാല മണമെല്ലാം മാറിയ പിന്നെ ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കണം. ഇതേമാതിരി മുകളിലേക്ക് 2 സ്പൂൺ നെയ്യ് ഇട്ടിട്ട് കൊടുക്കണം. പിന്നെ മുടിയെടുക്കുന്ന നോക്കല്ല കറി നല്ല ഇത് റെഡിയായി. കുറച്ച് മല്ലി ഇട്ടിട്ട് കൊടുക്കണം. പിന്നെ മൂടിയിട്ട് വെക്കണം. റെഡിയായി. പുതിയതായിട്ട് ആരും കാണണമെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണാം.